നമ്മുടെ അമ്മായി ഒരു സകലകല വല്ലഭയാണ് കേട്ടോ. ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ചെടി നടാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ചെടിച്ചട്ടി കണ്ടില്ലേ, അത് ആക്ച്വലി ഒരു ചെടിച്ചട്ടിയല്ല, സ്റ്റൂളാണത്. ആ സ്റ്റൂൾ അമ്മായി കമഴ്ത്തിയിട്ട് അതിനകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് ചെടി നട്ടിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള ഐഡിയാസ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അമ്മായിൽ കണ്ടുപഠിക്കാനായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാകും ഒരു ആമ്പൽക്കുളം, അതിൽ ഒരെണ്ണം ഒരു ട്രങ്ക് പെട്ടിയും അതേപോലെ മറ്റൊരെണ്ണം ഒരു പഴയ ഉപയോഗശൂന്യമായ ഒരു ഫ്രിഡ്ജുമായിരുന്നു. ആ ഫ്രിഡ്ജിനകത്താണ് അമ്മായി ആമ്പൽക്കുളം ഉണ്ടാക്കിയേക്കുന്നത്. എന്ത് പരീക്ഷണം നടത്തിയതാ? തുളസി അരച്ചിട്ട് ഉണ്ടാക്കി. പക്ഷെ ഞാൻ അതിന് ഇത് കണ്ട് ചെമ്പരത്തിയുടെ പൂവും കൂടി ഇതിൽ അരച്ചു. അതുകൊണ്ട് അതിനകത്ത് അല്ലെങ്കിൽ നല്ല ഇതായിരുന്നു. നല്ല മണം ഉണ്ടല്ലേ? ബാത്റൂമിൽ ഇങ്ങനെ വെച്ചാൽ മതി. കാണിച്ചേ. മേടിക്കട്ടെ മറ്റേ എനിക്ക് ഇതാകുമ്പോൾ നമ്മുടെ ശരീരം ഒന്നും തീർത്തുമില്ല, മണമില്ല. തുളസി എടുക്കുക, തുളസി എടുത്ത് മിക്സിക്കകത്ത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് തുളസി എടുത്തിട്ട് അരയ്ക്കുക. അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഇത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെമ്പരത്തിയുടെ രണ്ടലയും കൂടി ഇതിനകത്ത് ചെമ്പരത്തി പൂവ് രണ്ടെണ്ണം ഇതിനകത്ത് ആക്കി. പക്ഷെ ആ ചെമ്പരത്തി ആക്കി അതുകൊണ്ട് ഇത് കട്ടിയാവാനേ. എന്നിട്ട് നല്ലതായിട്ട് അരിക്കണം. നമ്മളത് മിക്സിക്കകത്ത് അരച്ചിട്ട് നല്ലതായിട്ട് അരിക്കണം. ഇതിന് അരിപ്പ് വെച്ച് അരിച്ചിട്ട് ആ നല്ല ആ ഇത് ഉലുവ നല്ല വൃത്തിയുള്ള പാത്രത്തിനകത്ത് നല്ലതായിട്ട് അങ്ങ് മെറ്റാക്കണം. മെറ്റാക്കിയിട്ട് ഒരു പിയർ സോപ്പിന്റെ ഒരു ഇത്രയും അങ്ങോട്ടും അത് ഗ്രൈൻഡ് ചെയ്ത് ഇതിനകത്ത് നല്ലതായിട്ട് അത് ചേർത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ സോപ്പ്. പക്ഷെ ആ ഈ ചെമ്പരത്തിയുടെ പൂ ചേർത്തോണ്ടാ ഇതിങ്ങനെ അല്ലെ നല്ല ഇതായിരുന്നു. ഇനി അടുത്ത പരീക്ഷണം അത് ചെയ്യണം. അതുപോലെ കൊച്ചു പാത്രത്തിന് ഇനി പരീക്ഷണം. ഇനി ഞാൻ പറഞ്ഞു ഇവരോട് പറഞ്ഞു ഇനി ഞാൻ സോപ്പ് വായിക്കുന്നുണ്ട്, ഞാൻ ഇനി ഇതാ കുടിക്കുന്നത്. ദേഹമല്ലേ ഉണങ്ങും. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് നീ പറഞ്ഞ് ഇപ്പൊ പുതിയ എണ്ണകൾ ഞാൻ ഉണ്ടാക്കി തുടങ്ങി. കാരണം നിങ്ങൾ ഇപ്പൊ ചെമ്പരത്തി പൂവ് പിന്നെ പനിക്കൂർക്ക, തുളസി, ചെറിയുള്ളി ഇട്ടില്ല, ഉലുവ, വേറെ എന്തോ സൂത്രം അല്ല, ഞാൻ വേറെ ഒരു സാധനം കയ്യൊന്ന് എത്ര നാൾ ഒരു മാസം മേലായി എത്ര നാളായി എന്റെ എണ്ണമയം പോലല്ലേ എന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ സോപ്പുണ്ടാക്കി, തലേ തേക്കുന്ന എന്താണ് എണ്ണ ഉണ്ടാക്കി. ഇനി നിങ്ങൾ പോലും വിചാരിക്കാത്ത വേറെ സാധനം ഞങ്ങൾ ഉണ്ടാക്കാം. എന്തും അത് പറയരുത്. വേറെ സാധനം ഞങ്ങൾ പരീക്ഷണ വർത്തകങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് അമ്മായിക്ക് ഗുണമൊന്നും ഇല്ലെങ്കിലും നമുക്ക് സപ്പോർട്ട്